അങ്ങനെ ബയോപ്സിയുടെ റിസൾട്ട് വന്നു എന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2023 ജൂൺ 8 ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ. നമുക്കറിയാം റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. അങ്ങനെ ഞങ്ങളവിടെ രാവിലെ ഒരു 8-8:30 ആകുമ്പോഴേക്കും ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് ബയോപ്സി റിസൾട്ട് ഞങ്ങൾ പോയി മേടിച്ചു. അങ്ങനെ നേരെ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി. അവിടെ പോയപ്പോൾ കൃത്യം 9 മണിയായപ്പോൾ ഡോക്ടർ വന്നു. ജോജു ഡോക്ടറാണ്. ജോജു ഡോക്ടറിനെയാണ് നമ്മൾ ആദ്യം പോയി കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ പോകുമ്പോൾ ഞാൻ പേടിച്ച് വിറച്ചിട്ടാണ് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നത്. അതിനെ റിസൾട്ട് നമ്മൾ കൊടുത്തു. ഡോക്ടർ അത് തുറന്ന് നോക്കിക്കഴിഞ്ഞ് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഈ ഒരു ഓവറിയിലുള്ളത് ട്യൂമറാണ് എന്ന് പറഞ്ഞു. അത് കേട്ട ഉടൻ ഞാൻ തലയിൽ ഇങ്ങനെ കൈവച്ചു. എനിക്കത് ഇതാക്കുമ്പോഴേക്കും പിന്നെ അത് കേട്ടതും എനിക്ക് വല്ലാണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷനായി. ഇനി കാരണം അതിന് തൊട്ട് മുന്നേ ഒരു ആൻറ്റിയെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കും ഇതേപോലെ ട്യൂമറാണ്, ഓവറിയിൽ ട്യൂമർ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഓപ്പറേഷന് മുന്നും അവർ കീമോ ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ സർജറിയും അവർ കീമോ ചെയ്യുകയാണ്. അപ്പോൾ എനിക്കത് കൂടെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. അങ്ങനെ ഞാൻ എൻ്റെ കണ്ണൊക്കൊന്ന് നിറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർ പറഞ്ഞ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അത്രയും നേരം ഞാൻ പേടിച്ചത് എന്താ വെച്ചാൽ ഇത് ക്യാൻസർ എന്നുള്ളതായിരുന്നു. പക്ഷേ പിന്നീട് കേട്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഉരുകി തീരാന്ന് പറയില്ലേ, അതേപോലെയായിരുന്നു എൻ്റെ അവസ്ഥ ഉണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടർ ഈ സ്കാനിങ്ങും നമുക്ക് അൾട്രാസ്കാനും അങ്ങനത്തെ ഇതൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് കാണിച്ചു തരാണ്. അതായത് ഈ എൻ്റെ കുടലുണ്ടല്ലോ, ലാർജ് ഇൻറ്റസ്റ്റൈനിൽ ഡോക്ടർ പറഞ്ഞത് എങ്ങനെയാണ്, കുടൽ കംപ്ലീറ്റ് ബ്ലോക്കാണ്. അതായത് നമുക്ക് ജലദോഷം വരുമ്പോൾ മൂക്കിൽ നിൽക്കില്ലേ, അതുപോലെ എന്തോ ഒന്ന് അടഞ്ഞ് കുടൽ കംപ്ലീറ്റ് ബ്ലോക്കായി നിൽക്കുകയാണ്. അപ്പോൾ നമുക്കത് എടുക്കണം. അതായത് അത് നമ്മൾക്ക് സർജറിയിൽ നമ്മളത് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം. അത് ക്ലീൻ ചെയ്യണം എന്നുണ്ടെച്ചാൽ ഒരു മെഷീൻ ഉണ്ട്, അത് ബോംബെയിൽ നിന്ന് വരുത്തണം. ഹൈപെക് എന്നാണ് ആ മെഷീൻ്റെ പേര്. ഇതൊക്കെ കേട്ടതും ഞാൻ അങ്ങനെ തകർന്നടിഞ്ഞ്, അതായത് കാരണം ഈ ഹൈപെക് എന്നുള്ള വാക്കൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണം. അപ്പം ഞാനിങ്ങനെ പിന്നെ ഞാൻ അത് കേൾക്കാതിരിക്കാൻ, ഡോക്ടർ പിന്നെ കുറേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അതെല്ലാം ഞാൻ കേൾക്കാതിരിക്കാൻ ഞാൻ നോക്കുകയാണ്. അപ്പോൾ പപ്പയും ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ പപ്പയുടെ അടുത്ത് പറഞ്ഞു മേജർ സർജറിയാണ്, 8-9 മണിക്കൂറുടെ ഒരു സർജറിയാണ്. അപ്പോൾ ഈ ഒരു മെഷീൻ ബോംബെയിലാണ്, നമ്മളത് ഫ്ലൈറ്റിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അപ്പോൾ ആ മെഷീന് ഏകദേശം 1 lakh, ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞത്, ഏകദേശം നമുക്ക് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് 1 lakh ഒക്കെ ആണ് തോന്നുന്നു. അതിന് ഇൻഷുറൻസ് കിട്ടുമോ എന്നുള്ളത് അറിയില്ല. അപ്പം നമുക്ക് ഇൻഷുറൻസ് ഉണ്ടോ ചോദിച്ചു. ഇൻഷുറൻസ് ഒക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മെഷീൻ്റെ ചാർജ് മെഷീൻ കുറച്ച് എക്സ്പെൻസീവാണ്. അതിന് ഇൻഷുറൻസ് കിട്ടുമോ, ഇനി ഫ്ലൈറ്റ് ചാർജ് നമുക്ക് കിട്ടുമോ, ഇതൊന്നും നമുക്കറിയില്ല എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പപ്പ അപ്പം തന്നെ പറഞ്ഞു, എപ്പോഴാണ് നമുക്ക് സർജറി ചെയ്യേണ്ടത്, നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ ഇല്ല, അതിന് സമയമില്ല, കാരണം എൻ്റെ കണ്ടീഷൻ അത്രയും മോശമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഓപ്പറേഷൻ ഇവിടെ തന്നെ ചെയ്യൂ എന്നുള്ളത് പപ്പ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു, കുറച്ച് നേരം പുറത്ത് പോയിരിക്കുമോ. അങ്ങനെ ഞാൻ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ടിലിരിക്കണം. അപ്പോൾ എനിക്ക് നോക്കിയാൽ കാണും പപ്പയുടെ അടുത്ത് ഡോക്ടർ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പപ്പ ഇങ്ങനെ തലയാട്ടുന്നുണ്ട്, ഇടയ്ക്ക് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്, വീണ്ടും ഡോക്ടറെ നോക്കി അവരെന്തോ സംസാരിക്കുന്നുണ്ട്, പിന്നെ വീണ്ടും ദൂരത്തേക്ക് എന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയി. അത് കഴിഞ്ഞിട്ട് പപ്പ വെളിയിൽ വന്ന് ഡോക്ടർ പറഞ്ഞു അവിടെ എൻക്വയറി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് ഈ ചാർജ് എത്രയാവും, നമ്മുടെ ഓപ്പറേഷൻ്റെ ചാർജൊക്കെ എത്രയാവും എന്നുള്ളത് ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ശരി പറഞ്ഞ് നമുക്ക് ജൂൺ 19 നമുക്കിത് ഫിക്സ് ചെയ്യാം, നമുക്ക് സർജറി ഫിക്സ് ചെയ്യാം എന്നൊക്കെ നമ്മൾ ഡേറ്റൊക്കെ കൊടുത്ത് വന്ന് അന്വേഷിച്ചു. അപ്പോൾ പപ്പയാണ് അന്വേഷിക്കാൻ പോയി. ഞാനപ്പോഴും ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ എനിക്ക് തീരെ വയ്യായിരുന്നു, ഞാൻ അവിടെ മിണ്ടാതിരിക്കുകയാണ്. കാരണം എനിക്ക് ആ സമയത്ത് ഇനി ഒന്നുമില്ല, ഞാൻ ഇനി അങ്ങോട്ട് ഇല്ലച്ച ഇങ്ങോട്ട്, ഇതല്ലാതെ എനിക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി.
അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പപ്പ എത്തിയപ്പോൾ ഞാൻ എന്തു പറഞ്ഞു ഡോക്ടർ, അല്ല അവിടെ പോയപ്പോൾ ഓഫീസിൽ അവർ എൻക്വയറി ഡിപ്പാർട്ട്മെൻറ്റുകാർ എന്തു പറഞ്ഞു ചോദിച്ചു. അപ്പോൾ എൻ്റെ ഒരു ധാരണ 1,00,000 രൂപ മാക്സിമം പോയാൽ 1 ലാഖിൻ്റെ ഉള്ളിലെത്തും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ, ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്പ പറഞ്ഞു ഞാൻ പോയി അന്വേഷിച്ചു. അപ്പോൾ അവിടെ 8 to 12 ലക്ഷത്തിൻ്റെ ഉള്ളിലാവും എന്നാണ് പറഞ്ഞത് എന്ന് കേട്ടത് ഞാൻ ടപ്പേ എന്ന് അങ്ങോട്ട് ഇരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളത് വിചാരിക്കണില്ല. കാരണം ഇതൊരു സർജറി, ചെറിയ വല്ല സർജറി ആണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇരുന്നുണ്ടായിരുന്നത്. വീണ്ടും ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ വീണ്ടും ഡോക്ടറിൻ്റെ അടുത്ത്, അതായത് ആ ഡേറ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളതായിരുന്നു പപ്പയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു, ഡോക്ടർ ഇത് കീ ഹോൾ സർജറി ആയിരിക്കില്ലേ ചോദിച്ചു. അപ്പോൾ ഡോക്ടർ അല്ല, ഇത് ഓപ്പൺ സർജറി ആയിരിക്കും പറഞ്ഞതും. അതോടെ പിന്നെ ഞാൻ ഫുൾ ഔട്ട് ഓഫ് റേഞ്ച് ആയിട്ടോ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പേടിച്ച്, എന്താ പറയുക, അത്രയും ഞാൻ ടെൻഷനായി. ഓപ്പൺ സർജറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ സ്റ്റിച്ചിൻ്റെ വേദന തന്നെ സഹിക്കാൻ പറ്റില്ല. ഈ കുടലിൻ്റെ അകത്ത് എന്തോ പോയിട്ട് പൊട്ടിയിട്ട് അകത്ത് പോയി ബ്ലോക്കായിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ഒരു സംശയം പറഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് കൊളോണോസ്കോപ്പി ചെയ്യണം, ഗാസ്ട്രോ ഡിപ്പാർട്ട്മെൻറ്റിൽ പോകണം. പിന്നെ ഓപ്പറേഷന് മുന്നേ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും, കാർഡിയോളജിസ്റ്റും അങ്ങനത്തെ ലിവർ, ലങ്സ്, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പോയിട്ട് നമ്മൾ ഫിസിക്കലി ഫിറ്റാണ് എന്നുള്ളൊരു അവരുടെയൊക്കെ സിഗ്നേച്ചർ വേണമല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ ചെക്കപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 17th ജൂൺ 17th പോകണം എന്നുള്ളതും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഒരു അവസ്ഥ, അതായത് എൻ്റെ പിന്നെ വീണ്ടും ഡോക്ടർ എന്നെ ദമ പുറത്ത് പോയി ഇരുന്നോളൂ, ഞാൻ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കട്ടെ പറഞ്ഞു. പിന്നെ അച്ഛൻ്റെ അടുത്ത് പിന്നെ എന്തൊക്കെയോ സംസാരിച്ചു. പിന്നീട് എന്താണ് എന്നുള്ളതൊന്നും ഞാൻ ചോദിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ല വെച്ചാൽ ഈ ഓവറിയത്തെ സിസ്റ്റ് പൊട്ടിയിട്ട് അതിലത്തെ ആ വേസ്റ്റ് ആയിരിക്കും കുടലിൽ അടിഞ്ഞ് കുടലിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടാവുക. അതെന്താണെന്നുള്ളത് നമുക്ക് കൊളോണോസ്കോപ്പി ചെയ്താൽ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ എന്നുള്ളത് പറഞ്ഞു.